അബിൻ വർക്കി MLA കൂടി ചേരുന്നു. ബ്രാച്ചുഗൽസിന് ഒരേ ഒരു MLA ഉള്ളൂ, അത് ആറന്മുള MLA അബിൻ വർക്കിയാണ്. ആ അബിൻ വർക്കി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അബിൻ, ഇഷ്ട ടീം ബ്രസീലാണ്, പ്രീ ക്വാർട്ടറിൽ പുറത്തായി. ഇപ്പോൾ ഫൈനലിൽ സ്പെയിൻ ഏറ്റുമുട്ടുമ്പോൾ ഏതൊരു ശരാശരി ബ്രസീൽ ആരാധകരെയും പോലെയാണോ മനസ്സ്, അതോ ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്ന പരിഗണന അർജന്റീനയ്ക്ക് നൽകുമോ? ലഹലയിലെ അർജന്റീന ടീമിന്റെ കളിയും മെസ്സി ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ കളി കാണാൻ തന്നെയാണ് വലിയ ഇഷ്ടമാണ്, താല്പര്യമാണ്. പിന്നെ സ്വാഭാവികമാണ്, ഞങ്ങള് ബ്രസീൽ ഫാൻസ് ഒക്കെ ബ്രസീൽ തോറ്റു കഴിഞ്ഞപ്പോ ഫാൻസ് എല്ലാം കൂടെ പോർച്ചുഗലിന്റെ കൂടെ പോയതാണ്. പക്ഷെ പോർച്ചുഗലും തോറ്റു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആകെ ക്ഷീണമായത്. ശരിക്കും ഒരു മികച്ച മത്സരം ഇന്ന് സ്പെയിനും അർജന്റീനയുമായിട്ടുള്ള കളിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അർജന്റീനയോടുള്ള ബ്രസീൽ കഴിഞ്ഞാൽ ഏതാണ് ടീം ഇഷ്ടമെന്ന് ചോദിച്ചാൽ അത് അർജന്റീന തന്നെയാവാനാണ് സാധ്യത. ഓക്കെ, ഇഷ്ടം മാറ്റിവെച്ചാൽ ഈ വേൾഡ് കപ്പിലെ മത്സരങ്ങൾ വിലയിരുത്തി ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് ആർക്കാണ്? അല്ല, ഇത് ഈ പ്രാവശ്യം ഈ സ്പെയിനും അതുപോലെ തന്നെ അർജന്റീന നല്ല ഫോമിലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ അവരൊരു 75 മിനിറ്റിന് ശേഷം അവർ നടത്തിയ ആക്രമണോത്സുകമായ കളി, അത് എല്ലാ കളികളും, അത് ഈജിപ്തിനെതിരായിക്കോട്ടെ, അവസാനം സെമിയില് ഇംഗ്ലണ്ടിനെതിരായിക്കൊള്ളട്ടെ, വളരെ മികച്ച മുന്നേറ്റമാണ് നടത്തിയത്. അവസാന നിമിഷങ്ങളിലൊക്കെ തന്നെ മെസ്സിയുടെയൊക്കെ പാസ് വളരെ കൃത്യമായി, വളരെ പിൻ പോയിന്റ് പാസ് ആയിരുന്നു. അത് കൃത്യമായി അവർക്ക് ഗോൾ വലയിൽ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അർജന്റീനയുടെ കളി വളരെ മികച്ചതാണ്. ഈ പ്രാവശ്യം ഒരു നല്ല ഫോമിൽ തന്നെയാണ്. സ്പെയിനും മറ്റൊന്നല്ല, കാരണം സ്പെയിനിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിലും വളരെ കൃത്യമായിരുന്നു. അവര് പാസുകളൊക്കെ വളരെ നന്നായി പാസുകൾ ഇടുകയും അതുപോലെ തന്നെ അവരുടെ മത്സരങ്ങൾ അത് വളരെ നന്നായി പോയി എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇരു ടീമുകളും അത് തുല്യ ശക്തരാണ് ഫൈനലിൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പിന്നെ ആരാധകർ കൂടുതൽ അർജന്റീനയ്ക്കായത് കാരണം ഒരു ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ അർജന്റീനയ്ക്കായിരിക്കും കൂടുതലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അബിൻ വർക്കിയും മുത്തൂറ്റ് ഹോസ്പിറ്റൽസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന MLA ഫാൻസ് പാർക്ക് ലൈവ് സ്ട്രീമിംഗ് അല്ലേ, വലിയ ആവേശകരമാവുകയാണല്ലോ. ചെറുപ്പക്കാരിലേക്ക് എത്താനുള്ളൊരു കുറുക്കു വഴിയാണോ MLAക്ക് വേൾഡ് കപ്പ്? എങ്ങനെയല്ല, ഞങ്ങള് ഫുട്ബോൾ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് മീഡിയ ടീമും അതുപോലെ തന്നെ MLA ടീമും തമ്മിൽ കളിച്ചിരുന്നല്ലോ. കുറുക്കുവഴിയൊന്നും അല്ലായിരുന്നല്ലോ. നമ്മള് ഒരു മത്സരം നടക്കുവാണ്, ഒരു വേൾഡ് കപ്പ് നടക്കുവാണ്. പിന്നെ പ്രത്യേകമായിട്ട് അപ്പൊ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ഒരുപാട് ഫുട്ബോൾ പ്രേമികളുള്ള നാടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലൈവ് സ്ട്രീമിംഗ്, അതും പത്തനംതിട്ട ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ടൗൺ സ്ക്വയറിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇന്നിപ്പോ അതിന്റെ പ്രത്യേകത, ഇന്ന് നമുക്കൊരു മ്യൂസിക്കൽ നൈറ്റ് ഒക്കെ ഉണ്ട്. അത് പ്രധാനമായും നമ്മൾ ഓപ്പറേഷൻ തൂഫാനും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അത് നടക്കുന്നത്. എക്സൈസ് വകുപ്പിന്റെ 2 പ്രൊജക്ട്, അത് ഓപ്പറേഷൻ തണ്ടറും അതുപോലെ തന്നെ മയങ്ങില കേരളവും. അപ്പൊ അവരുടെ ഉദ്യോഗസ്ഥരും ഇന്ന് കാണും. അപ്പൊ അവരുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടി ഉൾപ്പെടെയുള്ള ഒരു മ്യൂസിക്കൽ നൈറ്റ് ആണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു സ്പോൺസേഴ്സ് ആയിട്ട് നിൽക്കുന്നത് മുത്തൂറ്റ് ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ അങ്ങനെ വളരെ നന്നായി. കഴിഞ്ഞ കളിയിലൊക്കെ വലിയ ആവേശത്തോടു കൂടി ആയിരക്കണക്കിന് യുവതിയുവാക്കൾ കടന്നു വന്നിരുന്നു. അത് പ്രത്യേകിച്ച് യുവതികളും ഒക്കെ ഞങ്ങളുടെ അവിടെ ഈ ഫുട്ബോൾ കളി കാണാൻ വരുന്നുണ്ട്. അപ്പൊ വളരെ സന്തോഷമാണ്. എല്ലാവരും കൂടെ ഇരുന്ന് കളി കാണുമ്പോൾ ഉള്ള ഒരു ആവേശം അത് ചെറുതല്ല. അപ്പൊ ആവേശം എല്ലാവരിലേക്കും പകരാൻ വേണ്ടി ഒരു MLA എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം അത് ചെയ്തു തന്നേ ഉള്ളൂ. എന്തായാലേ MLA ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നടത്തിയ ആളെ കൂട്ടുന്നു. അവിടെ അർജന്റീന സെമിയിൽ ത്രസിപ്പിക്കുന്ന ജയം നേടുന്നു. ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അബിനെ കണ്ടു. നെഞ്ചിൽ യഥാർത്ഥത്തിൽ തീയായിരുന്നു ബ്രസീൽ ആരാധകൻ. ബ്രസീൽ ഫാന്റെ നെഞ്ചിൽ കുത്തരുത് എങ്കിൽ പോലും പറയുകയാണ്. അല്ല, അർജന്റീനയുടെ വളരെ മികച്ച ഫോമിലായിരുന്നു അർജന്റീന ആ കളി. കാരണം അത് കളി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ. കാരണം ആ ഒരു സെക്കൻഡ് ഹാഫില് ബോള് ഫുൾ ടൈം അർജന്റീനയുടെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പൊ അവർ വളരെ നന്നായി അറ്റാക്കിംഗ് മോഡിലായിരുന്നു. അപ്പൊ ഏത് നിമിഷവും ഗോൾ വീഴാമെന്നുള്ളത് അവരുടെ ആ സെക്കൻഡ് ഹാഫ് കണ്ടാൽ അറിയാമായിരുന്നു. അപ്പൊ ആ ഫസ്റ്റ് ഗോള് വീണപ്പോ തന്നെ മറ്റവരുടെ കോൺഫിഡൻസ് വല്ലാതെ കുറഞ്ഞു പോയി. അപ്പൊ പെട്ടെന്ന് സെക്കൻഡ് ഗോളും ഉണ്ടായി. അപ്പൊ അതിൽ ഒരു ഗോളിന്റെ ഇടയ്ക്കാണ് എന്റെ ഒരു വീഡിയോ, അത് എന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായി പോയ ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ ഗോൾ അടിക്കാൻ സമയത്ത് നമ്മുടെ അർജന്റീന ഫാൻസ് ഒക്കെ വളരെ ആവേശപൂർവ്വം നിൽക്കുമ്പോ ആ ഗോൾ അടിച്ച മൊമെന്റിലുള്ള ആ മൊമെന്റ് നന്നായി ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതിനകത്താണ് എല്ലാവരും കണ്ടത്. പക്ഷെ അങ്ങനെയല്ല, ബ്രസീൽ കഴിഞ്ഞ ഏതാണ് ടീമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അർജന്റീനയെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ആര് ജയിക്കണമെന്ന് ചോദിച്ചാൽ അതിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മാന്യനായ ബ്രസീൽ ആരാധകനാണ്. ഈ ബ്രസീൽ കളിക്കാരൊക്കെ, ബ്രസീലിന്റെ ആരാധകരൊക്കെ, അല്ല കളിക്കാരൊക്കെ മെസ്സിയുടെ സുഹൃത്തുക്കളാണ്.
അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. നിങ്ങൾ ഈ കേരളത്തിലെ ബ്രസീൽ ആരാധകർക്ക് പക്ഷെ മെസ്സിയോട് എന്താണ് ഇത്ര കലിപ്പ്? അങ്ങനെ കലിപ്പുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഞങ്ങളൊക്കെ ഞാനൊരു ബ്രസീൽ ആരാധകനാണല്ലോ. ഞാൻ ഇപ്പൊ ഒന്നല്ല, ഞങ്ങൾ കൊല്ലങ്ങളായി ഏത് വേൾഡ് കപ്പ് വന്നാലും ബ്രസീലിന് വേണ്ടി ജേഴ്സി അടിക്കുകയും ബ്രസീലിന്റെ പരിപാടി നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. പണ്ടോട്ടെ എങ്ങനെയാണ്. പക്ഷേ മെസ്സിയോട് അങ്ങനെ ഒരു കലിപ്പുമില്ല. മെസ്സിയും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും. എന്റെ പേഴ്സണൽ ചോയ്സിൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറുമാണ്. 3 കളിക്കാരെ ആരാണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അവര് തന്നെയാണ്. അങ്ങനെ ബ്രസീൽ ഫാൻസിന് അങ്ങനെ കലിപ്പൊന്നുമില്ല. പിന്നെ സ്വാഭാവികമാണല്ലോ, ഞങ്ങൾ ബ്രസീൽ തോറ്റു കഴിഞ്ഞപ്പോ അർജന്റീനക്കാരൊക്കെ ഞങ്ങളെ കുറെ കളിയാക്കിയിരുന്നു. അപ്പൊ അതിന്റെ ഒരു തിരിച്ചുള്ള ഒരു റിട്ടാലിയേഷൻ ആയി കഴിഞ്ഞാൽ കേൾക്കാനാട്ടോ. അഭിന് ഈ ഇട്ടിരിക്കുന്ന ഡ്രസ് ഉണ്ടല്ലോ, മഞ്ഞ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മഞ്ഞയും ചുവപ്പും കലർന്ന കളറാണ് ഇത്. ഞാനിപ്പോ നമ്മുടെ വള്ളസദ്യ കഴിഞ്ഞിട്ട്, ആറന്മുള വള്ളസദ്യ ആയിരുന്നു. വള്ളസദ്യ കഴിഞ്ഞിട്ട് അങ്ങ് വന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഫുൾ ഡേ പരിപാടിയായിരുന്നു. അപ്പൊ ഇന്ന് രാത്രി പോകുമ്പോ മഞ്ഞയിട്ട് തന്നെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ശരിയാ, തിരക്കുണ്ടെന്ന് അറിയാം. പുതിയ ആ പരിപാടിയൊക്കെ ഉണ്ട്. അബിൻ, പ്രവചനം എങ്ങനെയാണ്? സ്കോർ കാർഡ് എങ്ങനെയാകും? എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഹാഫ് തുല്യം വരാനാണ് സാധ്യത. സെക്കൻഡ് ഹാഫിലെ അറ്റാക്കിങ് അനുസരിച്ചിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ കളികളെ പോലെ ഈ ആദ്യം അർജന്റീനയുടെ ഓപ്പോസിറ്റ് ടീം, ഇപ്പൊ ഈജിപ്തിനെതിരെയുള്ള കളിയായാലും കഴിഞ്ഞ സെമിയൊക്കെ ആണെങ്കിലും ഓപ്പോസിറ്റ് ടീം ആദ്യം ഗോൾ അടിക്കും. പിന്നെ അവസാന ഘട്ടത്തിലാണ് അർജന്റീന തിരിച്ചു ഗോൾ അടിക്കാറുള്ളത്. പക്ഷെ സ്പെയിനിനെതിരെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യം അർജന്റീന ലീഡ് ചെയ്തില്ലെങ്കിൽ, അങ്ങനെ തന്നെ പറഞ്ഞു കോട്സിനുള്ളിൽ, ആദ്യം അർജന്റീന ലീഡ് ചെയ്തില്ലെങ്കിൽ സ്പെയിനാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ സ്പെയിൻ തന്നെ കപ്പ് കൊണ്ടുപോകാനാണ് സാധ്യത. ഇനി അതല്ല, ആദ്യം അർജന്റീനയാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ അർജന്റീന കപ്പ് കൊടുക്കും. ആദ്യം ലീഡ് ആര് ചെയ്യണം എന്നതിനനുസരിച്ചായിരിക്കും റിസൾട്ട്. എന്റെ ഒരു പ്രവചനമാണ്. ഞാൻ അത്ര വലിയൊരു സ്പോർട്സ് വിദഗ്ധനോ നിരൂപകനോ ഒന്നുമല്ല. ഏതെങ്കിലും ഒരു ചെറിയ പ്രവചനം. കൃത്യമായ ഒരു പ്രവചനത്തിനില്ല. ഇല്ല, ആദ്യം ലീഡ് ചെയ്യുന്ന ആരാണോ അവരായിരിക്കും കപ്പ് കൊണ്ടുപോകാൻ സാധ്യത. കാരണം കഴിഞ്ഞ കളികളെ പോലെ ഈ അർജന്റീന ലാസ്റ്റ് ലാപ്പിൽ വരുമ്പോൾ തിരിച്ചടിക്കാൻ നേരത്ത് ഉള്ള ഒരു ഡിഫൻസ് ഉണ്ട്. ഈ സ്പെയിന്റെ ഡിഫൻസ് നല്ല ഡിഫൻസ് ആണ്, നല്ല പാസ്സാണ് അവരുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫൻസിൽ നല്ല ശക്തി ഉള്ളത് കൊണ്ട് ഈ ലാസ്റ്റ് മൊമെന്റിൽ അങ്ങനെ അടിച്ചു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഫസ്റ്റ് ആരാണോ ലീഡ് ചെയ്യുന്നത്, അർജന്റീന ആണെങ്കിൽ അർജന്റീന കപ്പടിക്കും, സ്പെയിൻ ആണെങ്കിൽ സ്പെയിൻ കപ്പടിക്കും. അതാണ് എന്റെ പ്രഡിക്ഷൻ. ശരി, എന്തായാലും ഒരുപാട് ടഫായ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ അബിൻ വന്നിട്ടുണ്ട്. ആ അബിൻ അതേപോലെ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനാണ്. ഒരു നേരിട്ടുള്ളൊരു മറുപടി പറയാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വളരെ നന്ദി. വളരെ നന്ദി അബിൻ, ഞങ്ങളോട് സഹകരിച്ചതിന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.